ഇനി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ എല്ലാ ദിവസവും ചർച്ച ചെയ്യുന്നത് വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തെക്കുറിച്ചാണ്. അതിൽ ചില പുതിയ വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. ഈ കുടുംബത്തിന് കാര്യമായ കടബാധ്യതയില്ലായിരുന്നു എന്ന് അഫാന്റെ പിതാവ് അബ്ദുൾ റഹീം തന്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് മകനെ അറിയിച്ചിരുന്നില്ല. ഫർസാനയും അഹാനുമായുള്ള ബന്ധം അറിയാമായിരുന്നുവെന്നും റഹീം പോലീസിൽ മൊഴി നൽകി. അതേസമയം കട്ടിലിൽ നിന്ന് വീണു പരിക്കേറ്റു എന്നാണ് ചികിത്സയിലുള്ള മാതാവ് ഷെമി മജിസ്ട്രേറ്റിന് മൊഴി നൽകിയത്. കൂട്ടക്കൊലയ്ക്ക് കാരണം സാമ്പത്തിക ബാധ്യതയാണെന്നാണ് പ്രതിയുടെ മൊഴി. 45 ലക്ഷത്തോളം രൂപ കടമുണ്ടെന്നാണ് അഫാൻ പോലീസിനോട് പറഞ്ഞത്. എന്നാൽ കുടുംബത്തിന് അത്രയേറെ കടബാധ്യതയില്ലെന്ന് അഫാന്റെ പിതാവ് അബ്ദുൾ റഹീം പറയുന്നു. തീർക്കാവുന്ന കടമേ കുടുംബത്തിന് ഉണ്ടായിരുന്നുള്ളൂ. ഒരാഴ്ച മുൻപും അഫാനുമായി സംസാരിച്ചിരുന്നു. പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് പോലീസ് അന്വേഷിച്ചു കണ്ടെത്തട്ടെയെന്നും അബ്ദുൾ റഹീം പറഞ്ഞു. സാമ്പത്തിക പ്രശ്നമായിട്ടൊന്നും അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമുള്ള കുടുംബമല്ലായിരുന്നു ഞങ്ങളത്. സാമ്പത്തിക പ്രശ്നം വലിയ പ്രശ്നമല്ല. പിന്നെന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ അറിയത്തില്ല. അതിനിപ്പം പോലീസിന്റെ നിയമവശം അവർ തെളിയിക്കാനുള്ളതാണ്. എനിക്ക് അറിയത്തില്ല ഇതിനെ കുറിച്ച് കൂടുതലൊന്നും. അവനായിട്ട് മിക്കവാറും ഒക്കെ വാട്സാപ്പിൽ സംസാരിക്കുമായിരുന്നു. കഴിഞ്ഞ ആഴ്ച സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ഒരാഴ്ച മുന്നേ. പാങ്ങോട്, വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനുകളിൽ അബ്ദുൾ റഹീം മൊഴി നൽകി. ബാങ്ക് ലോണും മറ്റ് കടങ്ങളും ഉൾപ്പെടെ 15 ലക്ഷത്തിന്റെ ബാധ്യതയുണ്ട്. ഇഖാമ പുതുക്കാൻ സാധിക്കാതെ വർഷങ്ങളായി വിദേശത്ത് അകപ്പെട്ടു പോയ അബ്ദുൾ റഹീമിന് ഫർസാനയും അഫാനുമായുള്ള ബന്ധവും അറിയാമായിരുന്നു. അഫാൻ പണയം വെച്ച ഫർസാനയുടെ സ്വർണം എടുക്കാൻ അടുത്തിടെ 60,000 രൂപ താൻ അയച്ചെന്നും തനിക്കുണ്ടായ സാമ്പത്തിക ബുദ്ധിമുട്ട് മകനെ അറിയിച്ചിരുന്നില്ലെന്നും റഹീം മൊഴിയിൽ പറയുന്നു. അഫാന്റെ അമ്മ ഷമീനയും മജിസ്ട്രേറ്റിന് മുന്നിൽ മൊഴി നൽകി. കട്ടിലിൽ നിന്ന് വീണ് പരുക്കേറ്റതെന്നാണ് മൊഴി. ഇവർക്ക് ഇത്രയേറെ സാമ്പത്തിക ബാധ്യത ഉണ്ടായത് എങ്ങനെയെന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. വി വിനോദ് വിവരങ്ങളുമായി. വിനോദ്, ഈ റിപ്പോർട്ടിന് ഇപ്പോൾ നമ്മൾ കണ്ട റിപ്പോർട്ടിനും അപ്പുറത്ത് മറ്റു ചില ഞെട്ടിക്കുന്ന വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. അത് അഫാൻ 2 പേരെ കൂടി കൊല്ലാൻ പദ്ധതി ഇട്ടിരുന്നു എന്നതാണ്. ആരാണ് ആ 2 പേർ? എന്താണ് പ്രകോപനം? ഇപ്പോൾ ഇതുവരെ നടന്ന കൊലപാതകങ്ങളിലൊക്കെ അഫാൻ പറയുന്നത് സഹായിക്കാത്തവരോടുള്ള ദേഷ്യം, കൂടുതൽ ഇഷ്ടമുണ്ടായിരുന്നവരെ ഒറ്റപ്പെടുത്താതിരിക്കാൻ വേണ്ടിയുള്ള നീക്കം, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഈ 2 പേരോട് എന്തായിരുന്നു പ്രശ്നം? ഇതാരാണ്? ബന്ധുവായ സ്ത്രീയും ഇവരുടെ മകളുമാണ്. ഇവരോട് വൈരാഗ്യമുണ്ടായിരുന്നു. സാമ്പത്തികമായി സഹായിച്ചില്ല. സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ടെങ്കിലും സാമ്പത്തികമായി സഹായിച്ചില്ല. ഇതിന്റെ വൈരാഗ്യമുണ്ടായിരുന്നു. ഈ 2 പേരെ കൂടി കൊലപ്പെടുത്താൻ തീരുമാനിച്ചിരുന്നു. മറ്റൊരാളോട് കൂടി വൈരാഗ്യമുണ്ടായിരുന്നു. അത് ഒരു അമ്മാവനാണ്. ആ അമ്മാവനോടും ഈ തരത്തിൽ വൈരാഗ്യമുണ്ടായിരുന്നു. പക്ഷെ ഈ അനുജനെ കൊലപ്പെടുത്തിയതോടുകൂടി മാനസികമായി തളർന്നുപോയി. പിന്നെ ആരെയും കൊലപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്ന ഒരു കാര്യമാണ് പറയുന്നത്. ഇതിൽ ഒരു കാര്യമുള്ളത്, ഈ കൊലപാതകങ്ങൾ നടത്തുന്നതിനിടയിൽ മദ്യപിച്ചിരുന്നു. കാമുകിയെ കൊല്ലുന്നതിന് മുൻപ് തന്നെ ബാറിലെത്തുകയും അവിടെ മദ്യപിക്കുകയും തിരികെ കാമുകിയെ വീട്ടിലേക്ക് കൊണ്ടുവരികയും അതിനുശേഷം കാമുകിയെ കൊലപ്പെടുത്തി അനുജനെ കൊണ്ടുവന്ന് കൊലപ്പെടുത്തുന്നു. ബാക്കി വാങ്ങി വെച്ചിരുന്ന മദ്യമുണ്ട്. അങ്ങനെ പ്രതി ഒരു അബോധാവസ്ഥയിലേക്ക് പോകുന്നത്, മദ്യം ഉപയോഗിച്ചതുകൊണ്ട് തന്നെ ഏറെക്കുറെ അബോധാവസ്ഥയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് പോലീസ് സ്റ്റേഷനിലെത്തി പറയുകയായിരുന്നു. പക്ഷേ ഈ മണിക്കൂറുകൾക്കുള്ളിൽ, ഒരു പകൽ തുടങ്ങി വൈകുന്നേരമാകുന്ന സമയത്തിനുള്ളിൽ നടത്തിയ 5 കൊലപാതകങ്ങൾ, 6 ശ്രമങ്ങളാണ് നടത്തിയത്. അമ്മ ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ്. പക്ഷെ അമ്മയും മരിച്ചു എന്നാണ് ഉറച്ചു വിശ്വസിച്ചത്. അങ്ങനെ 6 കൊലപാതകങ്ങൾ ഈ ഒരു സമയത്തുള്ള 3 സ്ഥലങ്ങളിലായി സഞ്ചരിച്ച് ഏതാണ്ട് 25 കിലോമീറ്ററിലധികം ദൂരം വരുന്ന പ്രദേശങ്ങൾ 3 കേന്ദ്രങ്ങളിലായി 3 സ്ഥലങ്ങളിലായി സഞ്ചരിച്ച് ഈ കൊലപാതകങ്ങൾ നടത്തുന്നു. അതിനുശേഷം പിന്നെയും പട്ടികയിൽ ആൾക്കാരുണ്ടായിരുന്നു എന്ന വിവരമാണ് മനസ്സിലാക്കുന്നത്. അതായത് ഈ സാമ്പത്തിക ബാധ്യത തന്നെയാണ്. കുടുംബത്തിലുള്ള ആളുകൾ സഹായിച്ചില്ല എന്ന വൈരാഗ്യം. ഇതിൽ 3 പേരെ കൊലപ്പെടുത്തുന്നത് തനിക്ക് ശേഷം അവർ ഒറ്റപ്പെടേണ്ടതില്ല, അല്ലെങ്കിൽ അവരോടുള്ള അമിതമായ സ്നേഹം, മറ്റുള്ളവരോട് വൈരാഗ്യം, ഇങ്ങനെ ഒരു കാര്യം തന്നെയാണ് പോലീസിനോട് പറയുന്നത്. ഏതായാലും പട്ടികയിൽ ഇനിയും ആളുകൾ ഉണ്ടായിരുന്നു എന്നത് ഒരു ഞെട്ടിക്കുന്ന കാര്യമാണ്. ഒരുപക്ഷെ ആ ദിവസം അവസാനിക്കുന്നു. അനുജനെ കൊന്നതോടുകൂടിയുള്ള മാനസികമായ പ്രശ്നം, മദ്യം ഉപയോഗിച്ചത് കൊണ്ട് ഏറെക്കുറെ അബോധാവസ്ഥയിലായ സാഹചര്യം, ഇതെല്ലാം തന്നെയായിരിക്കാം തുടർന്ന് അങ്ങോട്ട് മുമ്പോട്ട് പോകാൻ സാധിക്കാതെ പ്രതി സ്റ്റേഷനിലേക്ക് എത്തിയത്. ഏതായിരുന്നാലും കൂടുതൽ ആൾക്കാരെ കൊലപ്പെടുത്താൻ തീരുമാനിച്ചിരുന്നു എന്നൊരു മൊഴി കൂടി അന്വേഷണ സംഘത്തിന് നൽകിയിട്ടുണ്ട്.
അതായത് വിനോദ് വളരെ കൃത്യമായി ആസൂത്രണം ചെയ്ത് പണം നൽകാത്തവരെ, അഫാന്റെ പിതാവ് റഹീം പറയുന്നത് അനുസരിച്ചാണെങ്കിൽ കുടുംബത്തിനാകെ 15 ലക്ഷം രൂപയുടെ ബാധ്യതയെ റഹീമിന്റെ അറിവിലുള്ളൂ. അപ്പോൾ വലിയ രീതിയിൽ ആഡംബര ജീവിതം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് പണം ചെലവഴിച്ചു. അതിന് സഹായം ചോദിച്ച് ചെന്ന് സഹായിക്കാത്തവരെ മുഴുവൻ വകവരുത്താൻ പദ്ധതിയിടുന്ന ഒരു സൈക്കോ മനോനിലയിലായിരുന്നു അഫാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്തത് എന്ന നിഗമനത്തിലേക്ക് ഏതാണ്ട് പോലീസ് എത്തിക്കഴിഞ്ഞോ? ശ്രീജ, ഈ സഹായിക്കാത്ത ആൾക്കാർ മാത്രമല്ല, സഹായിച്ച ആളുകളുമുണ്ട്. ഈ പണം തിരികെ ചോദിച്ച ആൾക്കാരുണ്ട്. അവരോടും ഇത്തരത്തിൽ ദേഷ്യം തോന്നി എന്നതാണ് ഇവിടെ കാണേണ്ട ഒരു കാര്യം. സഹായിക്കാത്തവർ മാത്രമല്ല എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. സഹായിച്ച ആളുകളുമുണ്ട്. അവർ ദിവസങ്ങൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ പറയുന്ന സമയം കഴിയുമ്പോൾ അവർ പണം തിരികെ ചോദിക്കുന്ന സാഹചര്യം ഉണ്ടാകും. അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന പ്രതിസന്ധി ഇത് തന്നെയാണ് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. ഇതുവരെയുള്ള പോലീസ് അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ ഇങ്ങനെയുള്ള ഒരു സാമ്പത്തിക കാര്യങ്ങൾ തന്നെയാണ്. ഒരാളിൽ നിന്ന് വാങ്ങി മറ്റൊരാൾക്ക് നേരത്തെ വാങ്ങിയ കടം തീർക്കാൻ ആ പണം കൊടുക്കുക, വീണ്ടും വേറൊരാളിൽ നിന്ന് വാങ്ങി രണ്ടാമത്തെ ആളിന് പണം കൊടുക്കുക. അങ്ങനെ നമ്മൾ സാധാരണ നിലയിൽ റോളിംഗ് എന്ന് പറയുന്ന ഒരു രീതിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ റോൾ ചെയ്യുന്നത് ഒരു സമയത്ത് ബ്രേക്ക് ആവുമ്പോൾ സ്വാഭാവികമായും അതെല്ലാം തന്നെ വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവന്നെത്തിക്കും. അങ്ങനെ ഒരു പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോയി എന്ന ഒരു വിലയിരുത്തലാണുള്ളത്. അതേസമയം അബ്ദുൾ റഹീം അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് വലിയ ധാരണയില്ല. അദ്ദേഹം വിദേശത്തായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മുഴുവൻ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചും അദ്ദേഹത്തിന് ഒരു വ്യക്തമായ ഒരു ധാരണയിൽ ഇന്നലെ അദ്ദേഹം സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ബൈറ്റിൽ അദ്ദേഹം പറയുന്നതും അങ്ങനെ തന്നെയാണ്. അങ്ങനെ വലിയ ഭീകരമായ സാമ്പത്തിക ബാധ്യത ഉള്ളതായി അറിയില്ല, അദ്ദേഹത്തിന് അറിയില്ല. 15 ലക്ഷം രൂപയ്ക്ക് അടുത്ത് ഉള്ള ഒരു ബാധ്യതയാണ്. ആ ബാധ്യത തീർക്കാൻ അദ്ദേഹത്തിന് തന്നെ കഴിയും എന്ന ഒരു കാര്യമാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയത് നേരത്തെ അഫാൻ 1.5 ലക്ഷം രൂപയുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിരുന്നു. പിന്നീട് 50,000 രൂപയുടെ ഫോൺ ഉപയോഗിച്ചു. ബൈക്കുകൾ, ബുള്ളറ്റും മറ്റൊരു 2 ലക്ഷം രൂപയ്ക്ക് അടുത്ത് വില വരുന്ന ഒരു ബൈക്കും ഉണ്ടായിരുന്നു. കാറ് ഈ തരത്തിലുണ്ടായിരുന്നു. ഭക്ഷണം മിക്കവാറും ദിവസങ്ങളിൽ പുറത്തുനിന്ന് വാങ്ങുന്ന രീതിയായിരുന്നു. ഒരു തൊഴിലില്ലാത്ത ചെറുപ്പക്കാരനാണ്, പ്രത്യേകിച്ച് എന്തെങ്കിലും ജോലിയോ വരുമാനമോ ഉള്ള ചെറുപ്പക്കാരനല്ല. അതുകൊണ്ട് തന്നെ ഈ സാമ്പത്തികം വാങ്ങിയത് ദൈനംദിന ജീവിതത്തിൽ, പ്രത്യേകിച്ച് അതൊരു സാധാരണ ശരാശരി ജീവിതത്തിന് മുകളിലുള്ള തരത്തിൽ ഒരു ജീവിത രീതി, അങ്ങനെയുള്ള ഒരു ജീവിത ശൈലി അവർ അവലംബിച്ചിരുന്നു എന്ന് തന്നെയാണ്. സ്വാഭാവികമായി അതെല്ലാം തന്നെ സാമ്പത്തിക ബാധ്യതയ്ക്ക് ഇടവരുത്തുന്ന കാര്യങ്ങളാണ്. അത് ഒരു പരിധി കഴിഞ്ഞപ്പോൾ മുന്നോട്ട് പോകാൻ കഴിയാതായി. അങ്ങനെ ഈ 23 വയസ്സുള്ള ചെറുപ്പക്കാരൻ തന്റെ വീട്ടിലുള്ളവരെയും പ്രിയപ്പെട്ടവരെയും ഈ സാമ്പത്തികമായി തന്നെ സഹായിച്ചില്ല, അല്ലെങ്കിൽ തന്ന പണം ആ തരത്തിലുള്ള കൊലപാതകങ്ങളാണ് എന്ന ഒരു വിലയിരുത്തലിലേക്കാണ് ഇപ്പോൾ അന്വേഷണ സംഘം. വി വിനോദാണ് വിവരങ്ങൾ നൽകിയത്, തിരുവനന്തപുരത്ത് നിന്ന്.